നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ സംബന്ധിക്കുന്ന എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അവർ പല സോഴ്സുകളിൽ നിന്നും നമ്മുടെ പാൻ കാർഡ് ഉപയോഗിച്ച് നമ്മളെ സംബന്ധിക്കുന്ന പല വിവരങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് അവർ മാൻഡേറ്ററി ആയിട്ട് ശേഖരിക്കുന്ന വിവരങ്ങൾ. അതിൽ നമുക്ക് അതിനെ നമ്മൾ SFT എന്നാണ് പറയുന്നത്, സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, SFT ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പലയിടത്തു നിന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ അവർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ, നമ്മൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നോട്ടീസസ് അയക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്? നിങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിവരങ്ങൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടാക്സ് കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്ലാനറെ കണ്ടിട്ട് നിങ്ങൾ റിട്ടേൺസ് സമർപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി വരുന്നത് നമ്മളുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു കറണ്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒന്നിലധികം കറണ്ട് അക്കൗണ്ടുകളിൽ, നമ്മുടെ പാൻ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്നിലധികം കറണ്ട് അക്കൗണ്ടുകളിൽ 50 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വിവരം ശേഖരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ബാങ്ക് അക്കൗണ്ടിൽ, സേവിങ്സ് കറണ്ട് അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടുകളിൽ നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണമിടപാടുകൾ, ക്യാഷ് വിഡ്രോവൽസും ക്യാഷ് ഡെപ്പോസിറ്റ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ട്രാൻസാക്ഷൻസ്, സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, നമുക്ക് ബാങ്കിൽ നമ്മളൊരു വർഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, അത് 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ടെങ്കിൽ അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒരു DD എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കേഴ്സ് ചെക്ക് വാങ്ങിയിട്ട്, ഇതെല്ലാം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ വിവരവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്. പിന്നെ അടുത്ത വരുന്നത് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ്. നമ്മൾ ഒരു വർഷത്തിൽ നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ക്യാഷായിട്ടാണ് നടത്തുന്നതെങ്കിൽ അത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ആ ഡേറ്റ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷനായിട്ട് ചെയ്യുന്നതെങ്കിൽ അത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു വർഷം ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവരെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, സുഹൃത്തുക്കളെ സഹായിക്കാനും അല്ലെങ്കിൽ ലോണായിട്ടും അങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഒരുപാട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക, നിങ്ങളെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് വരും. പിന്നെ അടുത്ത റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഒരു വർഷം 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനും അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും പർച്ചേസസ് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്, അതായത് ഡിബഞ്ചർ ആകാം, മ്യൂച്വൽ ഫണ്ട് ആകാം, സെക്യൂരിറ്റീസ് ആകാം, അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പാൻ ഉപയോഗിച്ച് ബാങ്കിൽ നിന്നും കളക്ട് ചെയ്യും. നമ്മൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് സബ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യും. നമ്മുടെ ഷെയർ ട്രേഡിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് അതെല്ലാം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യും. ഇനി ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ അത് നമ്മൾക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഞാൻ എന്തൊക്കെ ഡേറ്റ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ പാൻ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ, ഒരു വിൻഡോ കാണാൻ പറ്റും. ആ വിൻഡോയിൽ പോയാൽ നിങ്ങൾക്ക് ആനുവൽ AIS അല്ലെങ്കിൽ TIS, ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കാണാൻ സാധിക്കും. ആ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഇത്തരത്തിൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്ത
എല്ലാ വിധത്തിലുള്ള ട്രാൻസാക്ഷൻസും നിങ്ങളുമായി ബന്ധപ്പെടുത്തി ഇൻകം ടാക്സ് കളക്ട് ചെയ്ത എല്ലാ വിധത്തിലുള്ള ട്രാൻസാക്ഷൻസും അവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അവിടെ ഒരു തെറ്റായിട്ടുള്ള വിവരമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷനിൽ പോയി അത് ഡിനൈ ചെയ്യാം. ഇത് എന്നെ ബന്ധപ്പെടുന്ന ഇൻഫർമേഷൻ അല്ല, അല്ലെങ്കിൽ ഇത് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിനൈ ചെയ്ത് വിടാനും സാധിക്കും. അപ്പോൾ ഈ AIS എന്താണ് അല്ലെങ്കിൽ TIS എന്താണ്, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ക്രൂഷ്യൽ ആണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റ ഇത് AISൽ സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് AISൽ വരും. ഇതുകൂടാതെ നമ്മളിൽ നിന്ന് ആരെങ്കിലും TDS പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അത് പിടിച്ചിട്ടുണ്ടെങ്കിലോ ആ ഇൻഫർമേഷനും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? AISൽ കാണാൻ സാധിക്കും. ഇനി അതുകൂടാതെ നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻസ്, അതായത് നമുക്കൊരു ബാങ്കിൽ നിന്നും എത്ര പലിശ കിട്ടിയിട്ടുണ്ട്, ആ ബാങ്കിൽ നിന്നും ഡെപ്പോസിറ്റിന് എത്ര പലിശ കിട്ടിയിട്ടുണ്ട്, അതുകൂടാതെ സേവിങ്സ് ബാങ്കിൽ എത്ര പലിശ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എത്ര രൂപ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഇത്ര 1 രൂപയാണെങ്കിൽ പോലും നമുക്കവിടെ അത് ബാങ്കിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ വരുന്ന എല്ലാ ഇൻഫർമേഷൻ, അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, ഇവയെല്ലാം നമ്മുടെ AISലോ അല്ലെങ്കിൽ TISലോ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഫോം 16 മാത്രമേ നോക്കുകയുള്ളൂ. ഫോം 16ൽ എത്ര ഇൻകം വന്നിട്ടുണ്ട് ആ ഇൻകം ടാലി ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ AISും TISും തീർച്ചയായും നോക്കണം. അതിൽ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കാവൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇൻ കേസ് ഇതിലുള്ള ഒരു ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മളത് ശ്രദ്ധിച്ചില്ല, നമ്മൾ ഫയൽ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഡിഫക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഡിഫക്റ്റീവ് ആണെന്നുള്ള നോട്ടീസ് വരും. ആ ഇൻകം മിസ്മാച്ച് എത്രയാണോ അത് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഫയൽ ചെയ്ത ഡേറ്റയിൽ ഇത്രയേ കാണുന്നുള്ളൂ, പക്ഷേ ഇൻകം ടാക്സിന് കിട്ടിയ വിവരം അനുസരിച്ച് ഇതിൽ ഇത്ര വ്യത്യാസമുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഡിഫക്റ്റീവ് ആണ്, നിങ്ങളുടെ ഇൻകം ഡിഫക്റ്റീവ് ആണെന്നുള്ള നോട്ടീസ് വരും. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം ആ എക്സ്ട്രാ ഇൻകം എത്രയാണോ ആ ഇൻകം കാണിച്ച് ടാക്സ് അടയ്ക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡിഫക്റ്റീവ് നോട്ടീസിന് റിപ്ലൈ ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സിന് നമ്മളെപ്പറ്റി എന്തൊക്കെ ഇൻഫർമേഷൻ അവൈലബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ AIS TIS അല്ലെങ്കിൽ ഇൻകം ടാക്സ് നമ്മളെപ്പറ്റി നമ്മുടെ പാൻ കാർഡ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. താങ്ക് യു.